പറയൂ സർ. ആ ഐശ്വര്യ, ഐശ്വര്യ എവിടാ? ഞാൻ അമ്പലത്തിലുണ്ടല്ലോ. സാർ എവിടെയാ? ഞാൻ അമ്പലത്തിനകത്തുണ്ട്. ഐശ്വര്യ എവിടാ? ഞാൻ ദേ എത്തിയുള്ളൂ. സാർ അകത്തെവിടെയാ? ഞാനിവിടെ ഹനുമാന്റെ അടുത്ത് നിൽക്കുക. ഹനുമാന്റെ അടുത്ത് നിൽക്കുവാണോ? നിങ്ങളെന്താ ഫ്രണ്ട്സാ? അല്ല, ഫ്രണ്ട്സ് ഒന്നും അല്ല. സോറി കേട്ടോ. ഐശ്വര്യ കോൾ വെയിറ്റിംഗിൽ ആരോ വിളിച്ചോണ്ടിരിക്കുവോ? ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? ഐശ്വര്യയും പ്രണവിനെയും ഒരുമിച്ച് ശിവാനി കണ്ട ഇന്നത്തോടെ എല്ലാം തകരും. എന്റെ ദൈവമേ. ഐശ്വര്യ ഇത്രയും താമസിച്ചെന്താ? പ്രണവ് ഇപ്പൊ കോൾ വെയിറ്റിംഗിലാ. അവനും ആരെയോ വിളിച്ചോണ്ടിരിക്കുവോ? വേഗം എന്തെങ്കിലും ചെയ്യും മോളെ. ആ ശിവാനി ഇപ്പൊ അമ്പലത്തിലെത്തും. ഇനിയിപ്പൊ വിളിച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ നേരെ അമ്പലത്തിലേക്ക് പോവാം. അമ്മ ഇവിടെ നിക്ക്, ഞാൻ പോവാം. അതാ നല്ലത്. എന്നാൽ ഇനി സമയം കളയണ്ട, വേഗം ഇറങ്ങി നീ. അമ്മ ടെൻഷൻ ആവാതിരിക്കെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നീ പെട്ടെന്ന് പോയിട്ട് വരാം. ചെല്ല്. എവിടെ നിൽക്കുന്നു കൃത്യമായിട്ട് പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വരാം. ഹനുമാനെ വിട്ടിട്ടെ ഞാനിപ്പം കൃഷ്ണന്റെ കൂടെ. പുള്ളിക്കാരൻ നല്ല കമ്പനിയാ. അവിടെ തന്നെ നിന്നോ, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ ഫ്രണ്ടിലോട്ട് വരാം. ഒരു കാരണവശാലും ഐശ്വര്യയും പ്രണവിനെ അമ്പലത്തിൽ വെച്ച് ശിവാനി കാണരുത്. ഇന്ന് ഞാൻ പ്രണവിനെ കാണുകയും ചെയ്യും, അമ്പലത്തിലിട്ട് അവന്റെ തൊലി ഉരിക്കുകയും ചെയ്യും. ഐശ്വര്യയോട് ശിവാനിയുടെ കാര്യം പ്രണവായിട്ട് തന്നെ പറയണം. ശിവാനി ഇപ്പൊ ചെന്ന് അവരെ ഒരുമിച്ച് കണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയ അത് ചിലപ്പോ ഐശ്വര്യക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇനിയും നാണം കെടുത്തണം. നാണം കെടുമെന്ന് തോന്നിയ പിന്നെ പ്രണവ് കീഴടങ്ങും. എന്നെ ഈശ്വരമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. സാറ് വന്നിട്ട് കുറെ നേരമായോ? കുറെ നേരം ആയോന്ന് ചോദിച്ചു കഴിഞ്ഞാ ഏകദേശം 1 മണിക്കൂറായി. 1 മണിക്കൂറോ? എന്തിനാ പറഞ്ഞതിലും 1 മണിക്കൂർ നേരത്തെ എത്തിയത്? അത് ഞാനൊരു പഞ്ച്വാലിറ്റിയുടെ ആളാ. പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാ നേരത്തെ വരുന്നതാണോ? കൃത്യസമയത്ത് വന്നാ പോരെ? ഹ്യൂമർ സെൻസ് ഉണ്ട്. പക്ഷേ ഐശ്വര്യ 10 മിനിറ്റ് ലേറ്റ് ആണ്. 10 മിനിറ്റല്ലേ ലേറ്റ് ആയുള്ളൂ. ഈ നാട്ടിലെ ട്രാഫിക് വെച്ച് 10 മണിക്കൂർ വേണമെങ്കിലും ലേറ്റ് ആവാം. അത് സത്യം ഐശ്വര്യ പറഞ്ഞു. അല്ല, സാറിനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. സാധാരണ സാറിന്റെ ഫസ്റ്റ് ചോയ്സ് പാരഡൈസ് റെസ്റ്റോറന്റ് ആണല്ലോ, ആ ലവേഴ്സ് കോർണർ. ഇന്നെന്തോ പറ്റിയ അമ്പലം? ഒരു കാര്യം ഉറപ്പായി, പറയാനുള്ളത് വളരെ ശ്രദ്ധയോടെ ഡിസിഷൻ എടുക്കേണ്ട ഒരു കാര്യമാണല്ലേ? അതെ. ഈ തീരുമാനം ശരിയല്ലെങ്കിലേ വീണ്ടും കുഴപ്പമാവും. വീണ്ടും കുഴപ്പമാവോ? എന്നുവെച്ചാ നേരത്തെ എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? അല്ല, അങ്ങനെയല്ല, കുഴപ്പമാവും, അത്രേ ഉള്ളൂ. കുഴപ്പമാവാതെ ഞാൻ നോക്കിക്കോളാം. സാർ കാര്യം പറ. പറയാം. പറയാലോ? പറയാം. എന്താ സാർ, എന്തു പറ്റി? എന്താ ഈ ആലോചിക്കുന്നേ? പറയാം. അത് എന്തെന്ന് വെച്ചാൽ എനിക്ക് പറയ് സാർ. എനിക്കാണെങ്കിൽ അത് കേൾക്കാനുള്ള ആകാംക്ഷയുണ്ട്. വേഗം പറ. ഞാനത് എനിക്കെന്താ പറ്റിയത്? ആകെ ടെൻഷൻ ആവുകയാണല്ലോ. സർ പ്ലീസ് സർ, എന്നെ കൂടെ ടെൻഷൻ ആക്കല്ലേ. വേഗം പറ. പറയാൻ പോവാ.
എന്താ സാർ ഇത്? എന്തായാലും സാറിന് പറഞ്ഞൂടെ? പറയാം, പക്ഷേ നമുക്ക് ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചാലോ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ? വാ. സാറ് തൊഴുത ലക്ഷണം ഉണ്ടല്ലോ, കുറിയൊക്കെ ഇട്ടേക്കുന്നല്ലോ. ഞാൻ തൊഴുതു. അപ്പോ ഐശ്വര്യ ഇല്ലായിരുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് പോയി ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് ഞാൻ പറയാം. അതല്ലേ ഇതിന്റെ ഒരു ഇത്. എന്തു പറയുന്നു? ശരി, പ്രാർത്ഥിച്ച് കഴിയുമ്പോഴെങ്കിലും പറഞ്ഞാ മതി. പറയാം, ഉറപ്പായിട്ടും പറയാം. എങ്കി വാ, പ്രാർത്ഥിച്ചിട്ട് വരാം. ഭഗവാനെ, ഐശ്വര്യയുടെ എല്ലാം തുറന്നു പറയാൻ വേണ്ടിയിട്ടാ നിന്റെ മുന്നിലേക്ക് ഞാനിന്ന് ഇവളെ വിളിച്ചു വരുത്തിയത്. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാ സത്യങ്ങളും ഐശ്വര്യോട് തുറന്നു പറയാനുള്ള കരുത്ത് തരണേ. അത് കേട്ട് കഴിയുമ്പോൾ ഐശ്വര്യ അംഗീകരിക്കണേ ഭഗവാനെ. പറഞ്ഞതിലും അരമണിക്കൂർ വൈകി എത്തിച്ചാലും വലിയ ഉപകാരം. സാറെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറിയെന്ന് കാര്യം പറഞ്ഞാലോ? ആ, വാ. പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ഇനി പറയാനുള്ളത് തുറന്നു പറയാലോ. യെസ്, ഞാൻ ഐശ്വര്യോട് ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ, എന്തിനാ മടിക്കുന്നേ? അത് പിന്നെ അതായത് ഇഷ്ടമായോ? ഇഷ്ടമായോന്നോ? ആരെ ഇഷ്ടമായോന്ന്? വേറെ ആരെയല്ല, പ്രാർത്ഥിച്ചത് ഇഷ്ടമായെന്നാ ചോദിച്ചത്. പ്രാർത്ഥനയിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന, ഇഷ്ടപ്പെടാത്ത പ്രാർത്ഥന എന്നൊക്കെ? അല്ല, നമ്മൾ ഈ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു തൃപ്തി തോന്നുമല്ലോ. ആ തൃപ്തി കിട്ടിയോന്നാണ് ചോദിച്ചത്. ഉള്ളത് പറയാലോ സർ, ഞാനൊന്നും പ്രാർത്ഥിച്ചില്ല.